ബംഗാൾ ഇലക്ഷന് 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇവിടുത്തെ ബംഗാളിലേക്ക്, അതായത് കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബംഗാളികളായ തൊഴിലാളികൾ പശ്ചിമ ബംഗാളിലേക്ക് പോയത്. 1.5 മാസം കഴിഞ്ഞിട്ടും അവരാരും തന്നെ മടങ്ങി വരുന്നില്ല എന്നാണ് കരാർ എടുത്തിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അതായത് ഈ തൊഴിലാളികൾ മടങ്ങി വരാത്തത് കൊണ്ട് തന്നെ പല മേഖലയും ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. കെട്ടിട തൊഴിലാളികൾ മടങ്ങി വരാത്തത് കൊണ്ട് കെട്ടിടം ജോലികളൊന്നും തന്നെ നടക്കുന്നില്ല. ബംഗാളികൾ ജോലി ചെയ്തിരുന്ന മറ്റിടങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്, ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതായത് ഹോട്ടൽ തൊഴിലാളികളായിട്ട് ബംഗാളികൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ അവർ പല ഡിഷസും കുറയ്ക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പൊറോട്ട പോലുള്ള ആഹാര സാധനങ്ങൾ കുറയ്ക്കുക പോലും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു തൊഴിൽ ക്ഷാമം എന്നതല്ല, തൊഴിലാളികളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ മേഖലകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കണക്കിന് മറ്റ് ഒരു ഉപാധിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. മലയാളികൾ ഈ ജോലികളെല്ലാം നിർത്തിയിട്ട് കാലങ്ങളായി. ഗൾഫ് മേഖലകളിൽ ജോലിക്ക് പോകുന്ന മലയാളികൾ കേരളത്തിൽ അത്തരം തൊഴിലുകളൊന്നും ചെയ്യാത്ത സാഹചര്യമാണ്. ഇനി ഒരു മാർഗം മാത്രമാണുള്ളത്. ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന മലയാളികൾ ഈ തൊഴിലുകൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ മേഖലകൾ ഒന്നാകെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. പല കരാറുകാർക്കും ഉള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ ഈ ഇടങ്ങളിലൊന്നും തൊഴിലാളികളെ കിട്ടാത്തത് കൊണ്ട് ഇവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ഇവർ വലിയ രീതിയിലുള്ള തർക്കത്തിലാണ്, അവരുമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കെട്ടിട മേഖല ഒന്നാകെ സ്തംഭിച്ചിരിക്കുകയാണ്. മെയ്സൺ വർക്ക് ഒന്നാകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം തിരക്കി പോകുമ്പോഴാണ് പലരിൽ നിന്നും ലഭിക്കുന്ന റിപ്ലൈ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ പ്രധാനമായിട്ടും ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രധാനമായിട്ടും എടുത്ത ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കുക, PM വിശ്വകർമ്മ, ഉജ്ജ്വല യോജന, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, PM ശ്രീ തുടങ്ങിയ പദ്ധതികൾ ബംഗാളിൽ നടപ്പിലാക്കുക എന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ ബംഗാളിൽ സൃഷ്ടിച്ചെടുക്കുകയുമാണ് പുതിയ സുവേന്ദു അധികാരി സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ബംഗാളികളായിട്ടുള്ള ആൾക്കാർക്ക് വലിയ കോൺഫിഡൻസ് ആണ് ഉണ്ടായത്. ഇവിടെ നിന്ന് ഏകദേശം 2 ദിവസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുന്നേ കിട്ടിയ വണ്ടിയും പിടിച്ച് ബംഗാളിലേക്ക് പോയ ആൾക്കാർ അവിടെ ചെന്ന് മമതയ്ക്ക് വോട്ടുകുത്തും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മമതയ്ക്കെതിരായിട്ടാണ് അവർ വോട്ട് കുത്തിയതെന്ന് ഇലക്ഷൻ ഫലം വന്നതിന് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ബംഗാളല്ല അനുഭവിക്കുന്നത്, കേരളമാണ് അനുഭവിക്കുന്നതെന്നാണ്.